കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമുക്ക് ശ്രീലകത്തേക്ക് മനസ്സുകൊണ്ട് ഭക്തിപൂർവം പ്രവേശിക്കാം. ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഭക്തലക്ഷ്യങ്ങളെ അനുഗ്രഹിക്കുന്നത് അതീവ ഹൃദ്യമായ മുരളീധര ഭാവത്തിലാണ്. ഓരോ ദിവസത്തെയും അലങ്കാരം ഭഗവാൻ ഓരോ ലീലകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ അലങ്കാരം ഒരു കാഴ്ചയല്ല, മറിച്ച് ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ നടത്തുന്ന രാസലീലയുടെ തുടർച്ച തന്നെയാണ്. മുരളീധര ഭാവം ആണ് പ്രപഞ്ചഗാനത്തിൻ്റെ നാദം. രണ്ട് കൈകൾ കൊണ്ടും തൻ്റെ പൊന്നോടക്കുഴൽ ആ പവിത്രമായ ചുണ്ടോട് ചേർത്ത് പിടിച്ച് പ്രപഞ്ചത്തിന് മുഴുവൻ ആനന്ദമേകുന്ന വേണുഗാനം പൊഴിക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ വിരാജിക്കുന്നത്. ഈ ഓടക്കുഴല് ഭക്തന്റെ ഹൃദയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഉള്ളിലെ അഹങ്കാരമാകുന്ന തടസ്സങ്ങളെ നീക്കി ഹൃദയം ശൂന്യമാക്കി മാറ്റിയാൽ ഭഗവാൻ അവിടെ തൻ്റെ പ്രണവനാദം നിറയ്ക്കും എന്ന വലിയൊരു തത്വമാണ് ഈ രൂപം പറഞ്ഞു വയ്ക്കുന്നത്. ഭഗവാൻ കാലുകൾ രണ്ടും കൂടി ഇങ്ങനെ പിണച്ചിട്ടാണ് നിൽക്കുന്നത്. പട്ടുകോണൊക്കെ ചുറ്റി രണ്ട് കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചിട്ടാണ് ഒരു ബാലനായിട്ടാണ് നിൽക്കുന്നത്. ചടുലമായ ഒരു നൃത്തത്തിൻ്റെ ഇടയിൽ എന്ന പോലെ ഭക്തരുടെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭാവമാണ് ഭഗവാന്റെ ഈ കാല് പിണച്ചിട്ടുള്ള ഭാവം. ഭഗവാന്റെ പട്ടുകോണവും ചുറ്റിയിട്ടുള്ള ആ നിഷ്കളങ്കമായ ചമയം കാണുമ്പോൾ യശോദമ്മ കണ്ട ആ പഴയ നവനീത ചോരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരയിൽ കെട്ടിയിരിക്കുന്ന കിങ്ങിണി കുഞ്ഞു കൊമ്പയോട് ചേർന്ന് അണിഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ സൗന്ദര്യം തന്നെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആഭരണ വിഭൂഷിതനായ തിരുമേനി ആണ് ഭഗവാനുള്ളത്. ഭഗവാന്റെ തിരുമേനിയിൽ സ്വർണ്ണാഭരണങ്ങൾ പ്രകാശപൂരിതമായി ശോഭിക്കുകയാണ് ചെയ്യുന്നത്. മുല്ലമൊട്ടുപാലയും പതക്കവും ഉണ്ട്. കഴുത്തില് സുഗന്ധം വമിക്കുന്ന മുല്ലമൊട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന മുല്ലമൊട്ടുമാലയാണ്, സ്വർണ്ണമാലയാണ് ഉള്ളത്. അതിന് നടുവില് തിളക്കമുള്ള ഒരു പതക്കവും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും തളകളും ഉണ്ട്, പൊൻതളകളും ഉണ്ട്. കൈകളില് സ്വർണ്ണവളകളും തോളുകളില് തോൾവളകളും ശോഭിക്കുന്നുണ്ട്. ഓരോ ചലനത്തിലും ശബ്ദം ഉണ്ടാക്കുന്ന പാദസരങ്ങള്, അതായത് പൊൻതളകളും ഭഗവാന്റെ പാദാരവിന്ദങ്ങളില് ചാർത്തിയിട്ടുണ്ട്. കർണാഭരണങ്ങൾ കൊണ്ടും ഭഗവാൻ അലങ്കരിച്ചിരിക്കുകയാണ്. കാതുകളില് സ്വർണ്ണക്കോപ്പും ചെവിപ്പൂക്കളും തിളങ്ങുന്നുണ്ട്. ആ കാതുകള് ഭക്തരുടെ വിളി കേൾക്കാനായിട്ട് ഇങ്ങനെ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. ഭഗവാന്റെ ഉടലിലും ശിരസിലും ഒക്കെ വിടർന്നു നിൽക്കുന്ന പൂമാലകള് പ്രകൃതി ഭഗവാന് നൽകുന്ന ഹാരങ്ങളാണ് എന്നാണ്. 2 തിരുമുടിമാലകളാണ് ശിരസിലുള്ളത്. ഒന്ന് ഭഗവാന് പ്രിയപ്പെട്ട തുളസിയും തെച്ചിപ്പൂക്കളും ചേർത്ത് കെട്ടിയിട്ടുള്ളതാണ്. വേറൊന്ന് വെളുത്ത പൂക്കളും തുളസിയും ചേർത്തിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇത് പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ ഭഗവാൻ ഒരുപോലെ സ്വീകരിക്കണു എന്ന് കാണിക്കുകയാണ്. ഭഗവാന്റെ കഴുത്തിൽ കൂടി ഇങ്ങനെ ഉണ്ടമാലകളുണ്ട്. ഭക്തിയുടെ സാന്ദ്രത അറിയിക്കുന്ന 2 വലിയ ഉണ്ടമാലകളാണ് കഴുത്തിൽ തൂക്കിയിട്ടുള്ളത്. തെച്ചി, തുളസി, താമര, വെളുത്ത പൂക്കള് എന്നിങ്ങനെ 4 തരം പൂക്കൾ കൊണ്ട് അലങ്കാരം പണിതിരിക്കുകയാണ് ഭഗവാന്റെ കഴുത്തില്. അതെല്ലാം ഹൃദയത്തിലെ ഭക്തിയാണ് സൂചിപ്പിക്കുന്നത്. വിധാനായിട്ട് മുകളിൽ ഇങ്ങനെ 4-5 ഉണ്ടമാലകൾ തന്നെയാണ് ഉള്ളത്. ഇത് ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ ആ പ്രഭാവമാണ് കാണിച്ചു തരുന്നത്. ആ സച്ചിദാനന്ദ അനുഭവം നമുക്ക് ആ മന്ദഹാസം കാണുമ്പോൾ കിട്ടും. ഈ അലങ്കാരങ്ങളുടെ ഒക്കെ നടുവില് കണ്ണന്റെ മന്ദഹാസം, അതാണ് ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയില്ലേ. നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന സച്ചിദാനന്ദ സ്വരൂപത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന അലങ്കാരാണത്. എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ചു കളയുന്ന ഭക്തന്
ഏറ്റവും വലിയ ആശ്വാസമായിട്ട് നിൽക്കുന്ന ആ മന്ദഹാസം. മിടുക്കനായിട്ടൊരു ഉണ്ണി ഇങ്ങനെ ശ്രീലകത്ത് മന്ദഹസിച്ചു കൊണ്ട് നിൽക്കുകയാണ്. തന്നെ കാണാൻ വരുന്ന ഓരോ ഭക്തനെയും തൻ്റെ പുഞ്ചിരി കൊണ്ട് അനുഗ്രഹിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ എല്ലാ പാപങ്ങളും അകലും എന്നാണ്. ഭഗവാന്റെ പാദകമലങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും. അതിലേക്ക് ആ ദർശനം സാധ്യമാവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മുരളീധര രൂപം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം. എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ എല്ലാവർക്കും തുണയായിട്ട് കൂടെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാമം ജപിക്കാം. നാരായണ 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 നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.